നമുക്കറിയാം, സേഫ്റ്റി പിൻ നിത്യജീവിതത്തിൽ വളരെ ഉപയോഗമുള്ള വസ്തുവാണ്. കാലങ്ങളായി ഒരേ ഡിസൈനിലാണ് ഇവ നിർമ്മിച്ച് കണ്ടിട്ടുള്ളത്. സേഫ്റ്റി പിന്നിൽ കാണുന്ന ചെറിയ ദ്വാരം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. എന്തിനാണ് അതിൽ ഇങ്ങനെ ഒരു ദ്വാരം? സേഫ്റ്റി പിൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഡിസൈൻ നിർമ്മിച്ചിരിക്കുന്നത്? നമുക്ക് നോക്കാം. സേഫ്റ്റി പിന്നിൻ്റെ ചരിത്രം പുരാതന കാലം മുതലുള്ളതാണ്. ലാറ്റിനിൽ ഫിബുല എന്നാണ് സേഫ്റ്റി പിൻ അറിയപ്പെടുന്നത്. വെങ്കലയുഗത്തിൽ യൂറോപ്പിലാണ് ഇത് ഉത്ഭവിച്ചതെന്നാണ് വിശ്വസിക്കുന്നത്. 1849 ന്യൂയോർക്കിലുള്ള ഒരു മെക്കാനിക്കും സ്വതന്ത്ര കണ്ടുപിടുത്തക്കാരനുമായ വാൾട്ടർ ഹണ്ടാണ് സേഫ്റ്റി പിന്ന് കണ്ടുപിടിച്ചത്. ഒരു സേഫ്റ്റി പിന്നിലേക്ക് നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ അതിൻ്റെ രൂപകൽപ്പനയും പ്രവർത്തന സംവിധാനവും വളരെ വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി സേഫ്റ്റി പിന്നിൽ കാണുന്ന ദ്വാരത്തെക്കുറിച്ച് നമുക്ക് പറയാം. ഈ ചെറിയ ദ്വാരം വെറും അലങ്കാരത്തിന് വേണ്ടിയുള്ളതല്ല. സേഫ്റ്റി പിന്നുകൾ തുറക്കുമ്പോഴും അടക്കുമ്പോഴും കനമുള്ള തുണിയിൽ കുത്തുമ്പോഴും കൂടുതൽ സമ്മർദ്ദമുണ്ടാകും. ഇങ്ങനെയുണ്ടാകുന്ന അധിക സമ്മർദ്ദം നിയന്ത്രിക്കാനാണ് സേഫ്റ്റി പിന്നിലെ ദ്വാരം സഹായിക്കുന്നത്. ഈ ദ്വാരം ഉള്ളതുകൊണ്ട് സമ്മർദ്ദം ഒരിടത്ത് മാത്രം അടിഞ്ഞുകൂടാതെ ഒരേപോലെ നിൽക്കുന്നത് കൊണ്ട് പിന്നെ വളയുകയോ പൊട്ടുകയോ ചെയ്യാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. മാത്രമല്ല, പിന്നിൻ്റെ അടിഭാഗം ഒരു സ്പ്രിങ് പോലെ സ്മൂത്തായി പ്രവർത്തിക്കുന്നതിനാൽ ദ്വാരം തുറക്കുകയും അടക്കുകയും ചെയ്യുന്നത് എളുപ്പമാവുകയും ചെയ്യും. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മുടെ സേഫ്റ്റി പിന്നിലെ ബാക്കിലായിട്ടുള്ള ദ്വാരം കാണപ്പെടുന്നത്.